വീട്ടിലെ നല്ല നാടൻ അച്ചാർ അത് ചോറും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ച് അത് അച്ഛമ്മമാരുടെയോ അമ്മമ്മമാരുടെയോ ഒക്കെ കൈകൊണ്ടാവുമ്പോൾ അതൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അതായത് തനതായ ഒരു ടേസ്റ്റിൽ അതിനെ അങ്ങോട്ട് കിട്ടുമ്പോൾ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കൂട്ടാൻ. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ കൂടെ കൂടിക്കോ, നമുക്കൊരു കിഡിലൻ അച്ചാർ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബീട്രൂട്ടൊക്കെ നല്ല ചെറിയ കുഞ്ഞ് പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി സെപ്പറേറ്റ് ആണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അത് നമുക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ അടുപ്പത്തേക്ക് നമ്മുടെ പാത്രം വെച്ചു. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഉലുവയും കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പം അതിലേക്ക് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി മാത്രമുള്ളത് അതും ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. എന്നിട്ട് വഴറ്റി വരുമ്പം അതിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് അതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുന്ന വരെ കാത്തിക്കണം. കാരണം അതിൻ്റെ ഒരു പച്ച ചുഴയില്ലേ, അതങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അധികമൊന്നും വെന്തടിയണ്ട, ഒരു കുറച്ചൊന്ന് നമുക്ക് കടിക്കുകയും വേണം, കടിക്കുന്ന ആ ഒരു പാകവും വേണം. എന്നാൽ ആ ബീട്രൂട്ടിൻ്റെ ഒരു പച്ച ഇതില്ലേ അതങ്ങോട്ട് പോവുകയും വേണം. അതിനനുസരിച്ച് അതൊന്ന് നല്ല സെറ്റാക്കിയിട്ട് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അച്ചാർ ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യ്. നമുക്കങ്ങനെ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പം എന്തായാലും അതിൽ കല്ലുപ്പായിരിക്കുമല്ലേ. അപ്പോൾ കല്ലുപ്പ് തന്നെയാണ് കേട്ടോ അച്ഛമ്മ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലോണം ഉപ്പ് പിടിക്കുന്നത് വരെ ഒന്ന് നല്ലോണം വഴച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാൻ വെച്ചിട്ടില്ലേ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക കേട്ടോ. അതായത് ഏകദേശം ഒരു പാകം ആവുന്നതിൻ്റെ പകുതി എത്തുമ്പോഴാണ് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് കൈവയ്ക്കാതെ ഒന്ന് വഴച്ച് കൊടുക്കുക. കാരണം അടി പിടിച്ചാലോ അങ്ങനെയൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നാൽ അച്ചാറിനത് ഭയങ്കരമായിട്ട് ബാധിക്കും അല്ലേ. ഈ അച്ചാറിൻ്റെ പിന്നിലൊരു കഥ എന്ന് വെച്ചാൽ അച്ഛമ്മ ചുമ്മാ ഉണ്ടാക്കി വെച്ച ഒരു ചെറിയ ബോട്ടിലായിരുന്നേ. അത് 2 ദിവസം കൊണ്ട് ടപ്പേന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ തീർന്നു. അപ്പം പിന്നെ ഉള്ളൊരു ഐഡിയ ആയിരുന്നു കുറേ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി വരുമ്പം തന്നെ പച്ചമുളക് ഇതിലേക്ക് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അച്ഛമ്മേനോട് ചോദിച്ചപ്പോൾ അച്ഛമ്മ പറഞ്ഞത് അത് ഓപ്ഷണലാണ് എന്നാണ്. കുറച്ചും കൂടെ ആ ഒരു എന്താ നമ്മുടെ റെഡ് ചില്ലി പൗഡർ ഇല്ലേ, അതിൻ്റെ ടേസ്റ്റിനേക്കാളും ഗ്രീൻ ചില്ലി ആയിരിക്കും ബെറ്റർ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലേവറും ഒന്ന് ബാലൻസായി പോകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. റെഡ് ചില്ലി ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുരുവൊക്കെ കളഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്ത് മിക്സിയിലിട്ട് നല്ല ജ്യൂസി ആയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊന്നും വെള്ളം പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായാൽ അച്ചാർ വേഗം വെടക്കാവും എന്നാണ് പറയുക. അപ്പോൾ അതിലൊന്നും വെള്ളം പാടില്ല. നമ്മൾ ഈത്തപ്പഴം അടിക്കുമ്പോൾ അതിലൊന്നും വെള്ളം ഒഴിക്കരുത്. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിലൊന്നും വെള്ളം ഒഴിക്കാൻ പാടില്ലേ. അപ്പോൾ ഇത് ഏകദേശം പാകമായി വരുമ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. അതായത് നിങ്ങളുടെ അതിനൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ. ഇവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം എന്നിട്ടും നല്ലോണം മിക്സ് ആക്കുക. അത് നല്ല മസ്റ്റാണല്ലോ. കൈ എടുത്താൽ അപ്പം അത് പണി പാളും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൈ വയ്ക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളും അതേപോലെ തന്നെ ചെയ്യണേ. കാരണം അത് അടി പിടിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതുണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ അച്ചാർ പൗഡർ, അത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾ അച്ചാർ പൗഡർ പാക്കറ്റാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ടിച്ചിട്ടുണ്ട്. വിനാഗിരി ഓഫാക്കിയതിന് ശേഷം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് വിനാഗിരി ഒഴിച്ചത്. എന്നിട്ട് അതിലേക്ക് ലേശം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂട് തണിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂട് തണിയുന്നേരെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിനാഗിരി ഒഴിച്ച് സെറ്റാക്കണേ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ.